ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ വികസനം അസാധാരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടി രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ദ്വിരാഷ്ട്ര സന്ദർശനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുക്രൈനിലെത്തും. ഉന്നത വിദ്യാഭ്യാസത്തിനൊപ്പം നൈപുണ്യ വികസനത്തിനും സർക്കാർ ശ്രദ്ധ നൽകുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിസ്ഥിതിക്കും ജനങ്ങൾക്കും വ്യാവസായിക മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വ്യാവസായിക നയമെന്ന് മന്ത്രി പി രാജീവ്. മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം വിശദീകരണം സമർപ്പിക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. വാർത്തകൾ വിശദമായി. ബഹിരാകാശ മേഖല മനുഷ്യന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയതായും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ വികസനം അസാധാരണമാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഗഗൻയാൻ പദ്ധതി ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. പദ്ധതി വിജയകരമാകുമെന്നും രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക ശാസ്ത്ര മേഖലയ്ക്ക് ഗുണകരമാകുമെന്നും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. റോബോട്ടിക്സ് ചലഞ്ച്, ഭാരതീയ അന്തരീക്ഷ ഹാക്കത്തോൺ എന്നിവയിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും രാഷ്ട്രപതി വിതരണം ചെയ്തു. രാജ്യമെമ്പാടും വിപുലമായ ദിനാഘോഷ പരിപാടികളാണ് ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ ISRO കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിലും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട് ചന്ദ്രനെ തൊടുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ എന്നതാണ് ഈ വർഷത്തെ ബഹിരാകാശ ദിന പ്രമേയം. പ്രഥമ ബഹിരാകാശ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നാളിതുവരെ ബഹിരാകാശ മേഖലയിൽ നിരവധി നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. കൂടുതൽ പരീക്ഷണങ്ങൾ വരും നാളിൽ നടക്കുമെന്നും മനുഷ്യനെ ബഹിരാകാശത്തിലെത്തിക്കുന്ന ഗഗൻയാൻ പരീക്ഷണം ഉൾപ്പെടെയുള്ളവ അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും VSSC ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. VSSC വികസിപ്പിച്ചെടുത്ത സോളിഡ് മോട്ടറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയ ഒരു വാഹനമാണ് SSLV. അതിന്റെ 3ാമത്തെ ഡെവലപ്മെന്റ് ഫ്ലൈറ്റ് കഴിഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോ ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കുന്ന പദ്ധതിയാണ്. മനുഷ്യനെ വിടുന്നതിന് മുമ്പ് മനുഷ്യനില്ലാതെ അൺക്രൂഡ് ഫ്ലൈറ്റ് നടത്തും. അതിനുവേണ്ടി 3 അൺമാൻഡ് ഫ്ലൈറ്റ് ഉണ്ട്. അതിലെ ആദ്യത്തെ അൺമാൻഡ് ഫ്ലൈറ്റിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വർഷം അവസാനത്തോടെ അത് നടത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് PSLV ഉണ്ടാക്കി അവരുടെ ഒരു ലോഞ്ച് വരുന്നുണ്ട്. നമുക്ക് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ ലാൻഡിംഗ് എക്സ്പെരിമെന്റ് നമ്മൾ 3 തവണ നടത്തി. ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ഗവേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ ഉപയോഗിച്ച് നമുക്ക് റോക്കറ്റ് പ്രൊപ്പൽഷൻ നടത്താം. ഇങ്ങനെ പല പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. ദ്വിരാഷ്ട്ര സന്ദർശനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കീവിലെത്തും. 2 ദിവസത്തെ പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി യുക്രൈനിലെത്തുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള ചർച്ചയിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് കരുതുന്നതായി യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. യുക്രൈൻ പ്രശ്നങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം എന്ന തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ സന്ദർശനത്തിലൂടെ സാധിക്കുമെന്നും ശ്രീ മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തെ മികച്ച 300 കോളേജുകളിൽ 16 എണ്ണം കേരളത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ധർമ്മടത്ത് പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസത്തിനൊപ്പം നൈപുണ്യ വികസനത്തിനും സംസ്ഥാന സർക്കാർ ശ്രദ്ധ നൽകുന്നുണ്ട്. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവന്നതായും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി വഴിയുള്ള വികസന പദ്ധതികൾ ഏകദേശം 90,000 കോടിയോട് അടുക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മന്ത്രിമാരായ R ബിന്ദു, PA മുഹമ്മദ് റിയാസ് എന്നിവരും പങ്കെടുത്തു. 13 ഏക്കർ സ്ഥലത്ത് 285 കോടി ചെലവിലാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് നടപ്പിലാക്കുന്നത്. പോളിടെക്നിക് കോളേജ്, IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, ITI, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിവിൽ സർവീസ് അക്കാദമി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പരിസ്ഥിതിക്കും ജനങ്ങൾക്കും വ്യാവസായിക മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വ്യാവസായിക നയമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര റോബോട്ടിക് റൌണ്ട് ടേബിൾ കോൺഫറൻസ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി.
വ്യാവസായിക നിർമ്മാണ മേഖലയിലെ കേരളത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനും വ്യാവസായിക സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിലും നിരവധി നടപടികൾ സർക്കാർ ആരംഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലുൾപ്പെടെ ശ്രദ്ധേയമായിട്ടുള്ള 100-ലധികം കമ്പനികൾ കോൺഫറൻസിൽ പങ്കെടുക്കും. KSIDC-യാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പാഠപുസ്തക പരിഷ്കരണത്തിലൂടെ അടുത്ത വർഷം 8, 9, 10 ക്ലാസുകളിലെ എല്ലാ കുട്ടികൾക്കും നിർമ്മിത ബുദ്ധി പരിചയപ്പെടുത്തുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്കായി ഇന്നും നാളെയും നടക്കുന്ന സംസ്ഥാനതല ക്യാമ്പ് കൊച്ചി ഇടപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്ത് 7ാം ക്ലാസ്സിൽ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും പരിചയപ്പെടുത്തി. ഒരു വർഷം 1.80 ലക്ഷം കുട്ടികളാണ് ലിറ്റിൽ കൈറ്റ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ ക്യാമ്പുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 130 കുട്ടികളാണ് യുണിസെഫിന്റെ പങ്കാളിത്തത്തോടെ നടത്തുന്ന സംസ്ഥാനതല ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പോലീസിന്റെ മാനവിക മുഖവും കാര്യക്ഷമതയും വർദ്ധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തമുഖത്തും അന്വേഷണ രംഗത്തും ഇത് ദൃശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4ാം ബറ്റാലിയന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് ദുരന്ത സമയത്ത് നല്ല രീതിയിലുള്ള ഇടപെടൽ പോലീസ് സേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതായും മുഖ്യമന്ത്രി പറഞ്ഞു. 2018 പ്രളയകാലം മുതൽക്ക് ഇങ്ങോട്ട് ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സേനയായി പ്രവർത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സേനയുടെ പ്രത്യേകത വയനാട് ദുരന്തത്തിൽ അവിടെ എത്തിയ മറ്റേതൊരു ഏജൻസിയോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ മികവ് പോലീസ് നേടേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വരുന്ന പ്രശ്നങ്ങൾ നേരിടത്തക്ക രീതിയിൽ നാം കൂടുതൽ കരുതൽ, ജാഗ്രത നേടേണ്ടതായിട്ടുണ്ട്. കേരള ആംഡ് പോലീസ് 2ാം ബറ്റാലിയനിൽ നിന്ന് 152 പേരും 4ാം ബറ്റാലിയനിൽ നിന്ന് 162 പേരും ഉൾപ്പെടെ 314 സേനാ അംഗങ്ങളാണ് പരേഡിൽ പങ്കെടുത്തത്. 9 മാസത്തെ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയാണ് ഇവർ കേരള പോലീസിന്റെ ഭാഗമായത്. മലയാള സിനിമാ വ്യവസായ മേഖലയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും കമ്മിറ്റി റിപ്പോർട്ടും പരാതിയും വിശദമായി വിലയിരുത്തി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെക്കുറിച്ച് 2 ആഴ്ചയ്ക്കകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അടുത്ത മാസം കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി നിർദ്ദേശാനുസരണം മുന്നോട്ടു പോകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. നിയമപരമായി എന്തു ചെയ്യണമെന്ന് ഹൈക്കോടതി തീരുമാനിക്കുമെന്നും അവർ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരം കാണാൻ ടിക്കറ്റ് എടുത്തിട്ടും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം ലഭിക്കാത്തവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു. ഇവർക്ക് ടിക്കറ്റ് തുക തിരിച്ചു നൽകാനും 10,000 രൂപ നഷ്ടപരിഹാരം നൽകാനും കമ്മീഷൻ ഉത്തരവിട്ടു. 30 ദിവസത്തിനകം നഷ്ടപരിഹാര തുക നൽകിയില്ലെങ്കിൽ 9% പലിശ ഈടാക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. 2022 മലപ്പുറം ആദ്യമായി ആതിഥേയത്വം വഹിച്ച സന്തോഷ് ട്രോഫി മത്സരങ്ങൾ മെയ് 2 കോട്ടപ്പടിയിലും പയ്യനാട് സ്റ്റേഡിയത്തിലുമാണ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നമോ ആപ്പ്, മൈ GOV പ്ലാറ്റ്ഫോം, ടോൾ ഫ്രീ നമ്പറായ 1800117800 എന്നിവയിലൂടെ ഇന്ന് വരെ അറിയിക്കാം. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടും. രാത്രി 7 കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈകുന്നേരം 4 നടക്കുന്ന മറ്റൊരു ക്വാർട്ടറിൽ മോഹൻ ബഗാൻ പഞ്ചാബ് FCയെ നേരിടും. വയനാട് മുണ്ടക്കൈ ദുരന്ത പുനരധിവാസവും അനുബന്ധ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മുട്ടിൽ WMO കോളേജിൽ യോഗം ചേരുന്നു. ദുരന്തം നേരിട്ട് ബാധിച്ചവർ, ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ വികസനം അസാധാരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടി രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ദ്വിരാഷ്ട്ര സന്ദർശനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുക്രൈനിലെത്തും. ഉന്നത വിദ്യാഭ്യാസത്തിനൊപ്പം നൈപുണ്യ വികസനത്തിനും സർക്കാർ ശ്രദ്ധ നൽകുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിസ്ഥിതിക്കും ജനങ്ങൾക്കും വ്യാവസായിക മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വ്യാവസായിക നയമെന്ന് മന്ത്രി P. രാജീവ്. മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം വിശദീകരണം സമർപ്പിക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.